കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിനെതിരെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കാത്തതാണ് സർവേ റിപ്പോർട്ട്. രാജ്യത്തിന്റെ കടബാധ്യത ഉയരുന്നതിൽ കേന്ദ്ര സർക്കാരിന് മിണ്ടാട്ടമില്ലെന്നും മന്ത്രി വിമർശിച്ചു. രാജ്യത്തെ വർത്തമാന യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കാനാവാത്ത സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ സമർപ്പിച്ചതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം 9.36% ജൂണിലെ വിവിധ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ടും വിലക്കയറ്റമില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഉൽപാദന മുരടിപ്പ് തുടങ്ങിയ മേഖലകളിലെല്ലാം പിന്നോക്ക അവസ്ഥയാണ് റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നത്. ദാരിദ്ര്യ സൂചികയിൽ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111ആണ്. 67 ലക്ഷം കുട്ടികൾക്ക് ദിവസം ഒരു നേരം ഭക്ഷണം കിട്ടാത്ത രാജ്യമാണ് ഇന്ത്യയെന്ന് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി പഠനത്തിൽ പറയുന്നു. എന്നിട്ടും വലിയ സാമ്പത്തിക വളർച്ച നേടിയെന്ന മേനി നടിക്കൽ മാത്രമാണുള്ളത്. ഈ സാമ്പത്തിക വർഷം 6.5 മുതൽ 7% വരെ വളർച്ചയാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ആഗോള സാമ്പത്തിക വളർച്ച 3.2% നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു അവകാശവാദം. കഴിഞ്ഞ വർഷം 8.2% വളർച്ച നേടിയെന്ന അവകാശവാദത്തിന് സാധൂകരണങ്ങൾ നൽകുന്ന വസ്തുതകളൊന്നും മുന്നോട്ട് വയ്ക്കുന്നുമില്ല. രാജ്യത്തിന്റെ കടബാധ്യത ഉയർന്നുകൊണ്ടിരിക്കുന്നുവെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മിണ്ടാട്ടമില്ല. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 51.7% 2011-2021 കടം നിലവിൽ 56%. ഇതേ സാഹചര്യത്തിൽ അക്കൗണ്ടന്റ് ജനറലിന്റെ അവസാനത്തെ കണക്കു പ്രകാരം കേരളത്തിന്റെ കടം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 33.09% മാത്രമാണ്. എന്നിട്ടാണ് കേരളം കടക്കെണിയിലാണെന്ന ദുഷ്പ്രചരണമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.